Lemma 83. If L and L dash are lattices and gamma from L to L dash is an order reversing bijection. Okay, L ഉം L ഡാഷും രണ്ട് ലാറ്റീസസ്, അതായത് രണ്ടും എന്താണ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ്സ് ആണ്. കൂടാതെ എന്താണ് അതിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും അതേപോലെ ലീസ്റ്റ് അപ്പർ ബോണ്ടും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെയാണ് നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എയും ബിയെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ എ ആൻഡ് ബി എന്നും റെപ്രസെൻ്റ് ചെയ്യും, ലീസ്റ്റ് അപ്പർ ബോണ്ടിനെ എ ജോയിൻ ബി എന്നും റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ നൊട്ടേഷനാണ്. ഓക്കെ, സോ എല്ലും എൽ ഡാഷും രണ്ട് ലാറ്റീസസ്. ഇനി ഗാമ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എല്ലിൽ നിന്ന് എൽ ഡാഷിലേക്കുണ്ട്. അതൊരു ഓർഡർ റിവേഴ്സിങ് ബൈജക്ഷനാണ്. ബൈജക്ഷൻ മീൻസ് എന്താണ്? 1 1 on 2 മാപ്പാണ് ഗാമ. ഇനി അത് ഓർഡർ റിവേഴ്സിങ് ആണെന്ന് പറഞ്ഞാൽ അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലിലെ രണ്ട് എലമെൻറ്റ്സ് എയും ബിയും എടുക്കുന്നു. അവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് എന്തായിരിക്കണം? ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും എൽ ഡാഷിലെ എലമെൻറ്റ്സ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇംപ്ലൈസ് എന്താണ്? തിരിച്ചുള്ള പ്രോപ്പർട്ടി ഗാമ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ ആയിരിക്കണം. അതാണ് ഓർഡർ റിവേഴ്സ് ചെയ്യും. ഓർഡർ റിവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻ എൽ ആണെന്നുണ്ടെങ്കിൽ എൽ ഡാഷിൽ വരുമ്പോൾ എന്തായിരിക്കും? ഗാമ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ. തിരിച്ചുള്ള ഓർഡർ ആയിരിക്കും അവിടെ വരിക. ദെൻ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഗാമ ഓഫ് എ ജോയിൻ ബി. എ ജോയിൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ ആൻഡ് ബി ഇൻ എൽ ആണ്. സോ ഗാമ ഓഫ് എ ജോയിൻ ബി എടുത്തു കഴിഞ്ഞാൽ ഗാമ ഓഫ് എ ആൻഡ്, ഇവിടെ ജോയിൻ ആയിരുന്നു, തിരിച്ചുള്ള ഇവിടെ വരുമ്പോൾ ആൻഡ് ആയി. ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. അതേപോലെ ഗാമ ഓഫ് എ ആൻഡ് ബി എടുത്താൽ ഇവിടെ എ ആൻഡ് ബി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ജോയിൻ. സോ ഇവിടുത്തെ രണ്ടിൻ്റെ ഓപ്പറേഷൻ മാറും. സോ ഗാമ ഓഫ് എ ജോയിൻ ഗാമ ഓഫ് ബി എന്ന് വരും. ഇത് ശരിക്കും ഡിമോർഗൻസ് ലോയോട് സിമിലർ ആണ്. ഡിമോർഗൻസ് ലോ എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എടുത്താൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ യൂണിയൻ എന്നുള്ളത് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ എന്താവും? ഇൻ്റർസെക്ഷനായി മാറും അവിടെ. സോ അതേപോലെ ഇവിടെ ജോയിൻ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ആൻഡായി മാറും. അതേപോലെ തിരിച്ച് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് വരും. സോ അതേപോലെ സിമിലർ ആണ് ഈ രണ്ട് റിസൾട്ട്സും. സോ ഇത് ഡിമോർഗൻസ് ലോയുടെ ജനറലൈസേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. സോ ഇവിടെ തന്നിരിക്കുന്ന എല്ലും എൽ ഡാഷും രണ്ട് ലാറ്റീസസ്. ഇതൊരു ഓർഡർ റിവേഴ്സിംഗ് ആണ് ഗാമ എന്ന് പറയുന്നത്, കൂടാതെ ബൈജക്ഷനുമാണ്. അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് റിസൾട്ട്സും പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മളിതിലെ ഫസ്റ്റ് റിസൾട്ട് മാത്രമേ പ്രൂവ് ചെയ്യൂ. സിമിലർ ആർഗ്യുമെൻറ്റ് കൂടെ സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് പറയത്തേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യില്ല. ഓക്കെ, സോ ഗാമ ഓഫ് എ യൂണിയൻ എ ജോയിൻ ബി ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എ ജോയിൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നൊട്ടേഷൻ എന്തിനെയാണ് റെപ്രസെൻ്റ്? എ ജോയിൻ ബി ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി. സോ അതുകൊണ്ട് തന്നെ എയുടെയും ബിയുടെയും അപ്പർ ബൗണ്ട് അല്ലേ. സോ എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആയിരിക്കും. ബിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആണ്. സോ അതുകൊണ്ടാണ് എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഗാമ എന്ന് പറയുന്ന ഓർഡർ റിവേഴ്സിംഗ് ആണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ എയും ബിയും എ ജോയിൻ ബി ഒക്കെ എവിടുത്തെ എലമെൻറ്റ്സ് ആണ്? എല്ലിലെ എലമെൻറ്റ്സ്. സോ അങ്ങനെ ആണെങ്കിൽ ഗാമ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? തിരിച്ചുള്ളതാണ് വരുന്നത്. ഇവിടെ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആണല്ലോ. സോ അങ്ങനെ ആണെങ്കിൽ അതിന് ഗാമ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ. ഗാമയുടെ ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി, ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ സോ ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ. അതേപോലെ തന്നെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആണ്. അവിടെ ഗാമ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, സോ ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി ഗാമ ഓഫ് എ ജോയിൻ ബി, സോ ഇപ്പോൾ കിട്ടിയെന്താണ്? ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ ആണ്. അതേപോലെ ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് ബി ആണ്. സോ അങ്ങനെ ആണെങ്കിൽ ഈ ഗാമ ഓഫ് എ ജോയിൻ ബി എന്ന് പറയുന്നത് ഈ ഗാമ ഓഫ് എയുടെയും ഗാമ ഓഫ് ബിയുടെയും ഒരു ലോവർ ബൗണ്ട് ആണെന്നല്ലേ അവിടെ കിട്ടുക. കാരണം ഗാമ ഓഫ് എ ജോയിൻ ബി ഗാമ ഓഫ് എക്കാളും ഗാമ ഓഫ് ബിയേക്കാളും ചെറുതാണ്. ചെറുതല്ല, ഇവിടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഈ പ്രോപ്പർട്ടി. സോ അതുകൊണ്ട് തന്നെ ഗാമ ഓഫ് എ ജോയിൻ ബി ഇസ് എ ലോവർ ബൗണ്ട് ഓഫ് എന്ത് കിട്ടും? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. ഓക്കെ, പക്ഷേ ഈ ഗാമ ഓഫ് എയുടെയും ഗാമ ഓഫ് ബിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. കൂടാതെ ഗാമ ഓഫ് എയുടെയും ഗാമ ഓഫ് ബിയുടെയും ഒരു ലോവർ ബൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഗാമ ഓഫ് എ ജോയിൻ ബി എന്നുള്ളത്. എന്നാൽ ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി ആണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ലോവർ ബൗണ്ട് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലേ ഏറ്റവും വലുത്. സോ ഗാമ ഓഫ് എ ജോയിൻ ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബി എവിടുത്തെ എലമെൻ്റ് ആണ്? എൽ ഡാഷിലെ എലമെൻ്റ് ആണ്. കാരണം ഗാമ ഈസ് എ മാപ്പിംഗ് ഫ്രം എൽ ടു എൽ ഡാഷ്. ഓക്കെ,
ദസ് ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എവിടുത്തെ എലമെൻ്റ് ആണ്? ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബി എൽ ഡാഷിലെ എലമെൻ്റ് ആണെങ്കിൽ അവിടുത്തെ എന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലേ ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറയുന്നത്. സോ അതും എൽ ഡാഷിലെ എലമെൻ്റ് ആണ്. ഇനി ഗാമ എന്ന് പറയുന്ന മാപ്പ് സബ്ജക്റ്റീവ് ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എൽ ഡാഷിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എല്ലിൽ നമുക്കൊരു സി എന്ന് പറയുന്നൊരു എലമെൻറ്റ് കിട്ടും. സച്ച് ദാറ്റ് ഗാമ ഓഫ് സി എന്തായിരിക്കും? ഇതായിരിക്കും വരിക. സോ എൽ ഡാഷിൽ ഈ എലമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ഗാമയുടെ ഓൺ ടു സബ്ജക്റ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് സി എലമെൻറ്റ് ഓഫ് എൽ വിത്ത് ഗാമ ഓഫ് സി ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് സി. അങ്ങനെ ആണെങ്കിൽ ഈ തൊട്ട് മുമ്പ് എഴുതിയ റിലേഷനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് സി എന്ന്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, സിൻസ് ഗാമ ഈസ് എ ബൈജക്ഷൻ, ഗാമ ബൈജക്ഷൻ ആണെന്ന് നമുക്ക് ലെമ്മയിൽ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗാമ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ ഒരു ഓർഡർ റിവേഴ്സിംഗ് മാപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഓൾസോ സിൻസ് ഗാമ ഈസ് ഓർഡർ റിവേഴ്സിംഗ്, ഗാമ ഇൻവേഴ്സ് ഈസ് ഓൾസോ ഓർഡർ റിവേഴ്സിംഗ്. അത് ഓർഡർ റിവേഴ്സിംഗ് മാപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഏതൊരു ഓർഡർ റിവേഴ്സിംഗ് മാപ്പ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ ആ ഇൻവേഴ്സും ഓർഡർ റിവേഴ്സിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഗാമ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടി. സോ അതും ഓർഡർ റിവേഴ്സിംഗ് ആയിരിക്കും. സോ ഓർഡർ റിവേഴ്സിംഗ് മീൻസ് നമുക്ക് എന്ത് പറയാം? ഗാമ ഇൻവേഴ്സ് ഫ്രം എൽ ഡാഷ് ടു എൽ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഇൻവേഴ്സ് ഓർഡർ റിവേഴ്സിംഗ് ആണെങ്കിൽ എ കോമ ബി രണ്ട് എലമെൻറ്റ്സ് ഞാൻ എൽ ഡാഷിൽ നിന്ന് എടുക്കുകയാണ്. എലമെൻറ്റ് ഓഫ് എൽ ഡാഷ് വിത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വരും? ഗാമ ഇൻവേഴ്സ് ഓർഡർ റിവേഴ്സിംഗ് ആയത് കാരണം ഇതിൽ ഗാമ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചുള്ള ഇനീക്വാളിറ്റി വരും. സോ ദാറ്റ് ഇംപ്ലൈസ് എന്ത് പറയാം? ഗാമ ഇൻവേഴ്സ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻവേഴ്സ് ഓഫ് എ എന്ന്. ഓക്കെ, അപ്ലൈയിങ് ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി ഓഫ് ഗാമ ഇൻവേഴ്സ് ടു ഇക്വേഷൻ 1 വി ഗെറ്റ്. സോ ഇക്വേഷൻ 1 ഞാൻ ഗാമയുടെ ഓർഡർ ഇൻവേഴ്സിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണ്. സോ ഈ ഗാമ ഓഫ് എ ജോയിൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് സി, ഇത് രണ്ടും ഗാമ ഓഫ് അല്ലേ. സോ ഈ രണ്ട് എലമെൻറ്റ്സ് എൽ ഡാഷിലെ എലമെൻറ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഗാമ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ തിരിച്ചുള്ള ഇനീക്വാളിറ്റി വരും. എന്ത് വരും? ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് എ ജോയിൻ ബി എന്ന് വരും. ദാറ്റ് ഈസ് ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് എ ജോയിൻ ബി. ഓക്കെ, ഇനി ഗാമ ഇൻവേഴ്സ് ഗാമ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. സോ സി എന്താവും ഇവിടെ? സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഓൾസോ വി ഹാവ്, ഇനി നമുക്ക് എന്ത്, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് പറയാം? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി അല്ലേ ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറയുന്നത്. സോ ഇത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് മീൻസ് എന്താണ്? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് ഗാമ ഓഫ് എയും ആണ് ഗാമ ഓഫ് ബിയും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ ആയിരിക്കും. കാരണം ഇത് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അതേപോലെ ആൻഡ് ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതായിരിക്കും? ഗാമ ഓഫ് ബിയും ആണ്. ഓക്കെ, ഇനി ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് ഗാമ ഓഫ് സി എന്ന് പറഞ്ഞത്. സോ അതിന് പകരം ഗാമ ഓഫ് സി കൊടുത്ത് റീപ്ലേസ് ചെയ്യും. സോ എന്ത് കിട്ടും? ഗാമ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഓഫ് ബി. ഇനി ഈ ഗാമ ഓഫ് സിയും ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും ഒക്കെ എൽ ഡാഷിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അപ്ലൈയിങ് ഓർഡർ റിവേഴ്സിംഗ് പ്രോപ്പർട്ടി ഓഫ് ഗാമ ഇൻവേഴ്സ്, ഇപ്പോൾ ഈ കിട്ടിയ രണ്ട് ഇനീക്വാളിറ്റിക്കും ഗാമ ഇൻവേഴ്സിൻ്റെ ഓർഡർ ഇൻവേഴ്സിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? തിരിച്ചു വരും. ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് സി. അതേപോലെ ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻവേഴ്സ് ഓഫ് ഗാമ ഓഫ് സി എന്ന് കിട്ടും. ഗാമ ഇൻവേഴ്സ് ഗാമ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. സോ എന്ത് കിട്ടും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. എ കോമ ബി രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ. സോ എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് എന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. സോ അതും ഇക്വേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി. സോ കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് സി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി എന്ന്. പക്ഷേ എ ജോയിൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജോയിൻ ബി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി ആണ്. സോ എ ജോയിൻ ബി ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി ആയതുകൊണ്ട് തന്നെ ഇപ്പം സോ ഈ എ ജോയിൻ ബിയേക്കാൾ ചെറിയൊരു അപ്പർ ബൗണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയ സി എന്ന് പറയുന്നത്. കാരണം എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സി ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി എന്നാണ് കിട്ടിയത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം സി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി എന്ന് കിട്ടുന്നത്. പക്ഷേ എ ജോയിൻ ബി ആണ് എന്ത്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സി എന്ന് പറയുന്നത് എന്തായേ പറ്റൂ? എ ജോയിൻ ബി തന്നെ ആയേ പറ്റൂ.
കാരണം എ ജോയിൻ ബി ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എ ജോയിൻ ബിയേക്കാൾ ചെറിയൊരു അപ്പർ ബൗണ്ടാണ് സി എന്നല്ലേ. പക്ഷേ എ ജോയിൻ ബി ആണ് എന്ത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതുകൊണ്ട് തന്നെ സി എന്തായേ പറ്റൂ, സി ഈസ് ഈക്വൽ ടു എ ജോയിൻ ബി ആയേ പറ്റൂ. ഹെൻ സി ഈസ് ഈക്വൽ ടു എ ജോയിൻ ബി ആൻഡ് വി ഹാവ് സി ഈക്വൽ ടു എ ജോയിൻ ബി ആണ്. അവിടെ ഗാമ അപ്ലൈ ആണ്. സോ ഗാമ ഓഫ് എ ജോയിൻ ബി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഗാമ ഓഫ് എ ജോയിൻ ബി എന്ന് പറയുന്നത് സി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് സി. ഇനി ഗാമ ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്, ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഗാമ ഓഫ് സി ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. സോ ഈ ഫസ്റ്റത്തെയും തേർഡും കൂടി ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ദസ് ഗാമ ഓഫ് എ ജോയിൻ ബി ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. സോ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രോപ്പർട്ടി. ഗാമ ഓഫ് എ ജോയിൻ ബി ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എ ആൻഡ് ഗാമ ഓഫ് ബി. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ട, ഇതേ രീതിയിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അത് പറഞ്ഞാൽ മതി. എ സിമിലർ ആർഗ്യുമെൻറ്റ് പ്രൂവ്സ് ദ സെക്കൻഡ് പാർട്ട്.